നാരായണായ. നാരായണീയം ദശകം 25 നരസിംഹാവതാരം. ഹിരണ്യകശിപു തൻ്റെ മുഷ്ടി കൊണ്ട് തൂണിന്മേൽ പ്രഹരിച്ചപ്പോൾ നടന്ന സംഭവങ്ങൾ നേരിട്ട് കണ്ടതുപോലെ, നരസിംഹാവതാരത്തെ നേരിട്ട് കണ്ടതുപോലെ സങ്കല്പിച്ച മേൽപ്പത്തൂരിന് പിന്നീട് അങ്ങോട്ട് ഒന്നും പറയാനുള്ള ശക്തി ഉണ്ടായില്ല. നടന്ന സംഭവങ്ങളൊക്കെ പറയാൻ, ഭഗവാനെ ഞാനിപ്പോൾ അശക്തനാണ്, കുറച്ച് ശക്തിയൊക്കെ ആർജിച്ചിട്ട് വേണം എനിക്കത് പറയാൻ എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദശകം അവസാനിപ്പിച്ചത്. ഇപ്പോൾ ഈ ദശകത്തിൽ മേൽപ്പത്തൂർ പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം പറയുകയാണ്. ഒന്നാമത്തെ ശ്ലോകം. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണജ്ജഗദണ്ഡകുണ്ഠകുഹരോ ഘോരസ്തവാഭൂദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപ്യശ്രുതം കമ്പഃ കശ്ചന സംഭപാതചലിതോപി അംഭോജഭൂർവിഷ്ടരാത്. അങ്ങനെ തൂണിന്മേൽ ഹിരണ്യകശിപു ശക്തമായി പ്രഹരിച്ചപ്പോൾ ആദ്യമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഒച്ചയാണ് ഉണ്ടായത്. മേൽപ്പത്തൂർ പറയാണ്, ബ്രഹ്മാണ്ഡമാകുന്ന ഈ മഹാപാത്രത്തിന്റെ ഉൾഭാഗത്തെ ഇട്ട് വട്ടം തിരിക്കുന്ന തരത്തിൽ, അതായത് ബ്രഹ്മാണ്ഡത്തിനെ ആകെ പ്രകമ്പനം കൊള്ളിക്കുന്നതും ആ ഹിരണ്യകശിപുവിന്റെ കാതുകളെ തകർത്ത് തരിപ്പണമാക്കുന്നതുമായ രീതിയിലുള്ള ഒരു ഒച്ചയാണല്ലോ ഭഗവാനെ അവിടുത്തേതിൽ നിന്നും ഉണ്ടായത്. മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്ത അതിഭയങ്കരമായ ഈ ഒച്ച കേട്ടിട്ട് ഹിരണ്യകശിപുവിന് എന്തെന്നില്ലാത്തൊരു വിറയലും പരിഭ്രാന്തിയും ഒക്കെ ഉണ്ടായി. ഹിരണ്യകശിപുവിന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന അസുരന്മാരെല്ലാം പരിഭ്രാന്തരായി. എന്തിനു പറയുന്നു, സത്യലോകത്തിലിരിക്കുന്ന ബ്രഹ്മാവ് പോലും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഇളകിപ്പോയി. ഭഗവാൻ നരസിംഹമൂർത്തിയായി തൂണിൽ നിന്നും നിർഗമിക്കുന്നു. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭത സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതദ്ഭുതമിതി വ്യുദ്ഭ്രാന്തചിത്തേയസുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമ വികസത് വർഷ്മാ സമാജൃംഭഥ. അതിഭയങ്കരമായ ആ ഒച്ച എവിടെ നിന്നാണ് വരുന്നതെന്ന് ഹിരണ്യകശിപുവിന് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ ദേഷ്യം വന്നിട്ട് ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ ചുറ്റും കണ്ണോടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർവവ്യാപിയായ ഭഗവാനെ അവിടുന്ന് മൃഗസ്വരൂപമാണെന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കാത്തതും എന്നാൽ നരസ്വരൂപമാണോ അല്ലയോ എന്ന് തീർത്തും പറയാൻ പറ്റാത്തതുമായ വിചിത്രമായൊരു രൂപത്തോടു കൂടി ആ തൂണിൽ നിന്നും പുറത്തേക്ക് ചാടി. ഭയങ്കരവും വിചിത്രവുമായ ഈ സ്വരൂപം കണ്ട് ഹിരണ്യകശിപു എന്തൊരു രൂപമാണിത്, എന്തൊരു സ്വരൂപമാണിത് എന്ന് മനസ്സിൽ ചിന്തിച്ച് അങ്ങനെ അമ്പരന്നു നിൽക്കുമ്പോൾ ഭഗവാൻ വരാഹമായി അവതരിച്ചപ്പോൾ പെരുവിരലോളം വലിപ്പമുള്ള വരാഹം എപ്രകാരമാണോ അത്യത്ഭുതമായി ആകാശമുട്ടെ വളർന്നത്, അതുപോലെ വെളുത്ത് കൂർത്ത് എഴുന്നു നിൽക്കുന്ന രോമങ്ങളോട് കൂടിയ ഭഗവാന്റെ നാരസിംഹ ശരീരം അത്യത്ഭുതകരമാം വിധം വളരാൻ തുടങ്ങി. ഇത് കണ്ട് ഹിരണ്യകശിപു വാളും പിടിച്ച് അമ്പരന്നങ്ങനെ നോക്കി നിന്നു. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണ്, ഈ തൂണിലും തുരുമ്പിലും ഇരിക്കുന്നത് തൻ്റെ ഭഗവാൻ തന്നെയാണ് എന്ന പ്രഹ്ലാദന്റെ വാക്കിനെ സത്യമാക്കുന്നതിനും തൻ്റെ ഭക്തന്മാരായ സനകാദികൾ തൻ്റെ പാർഷദന്മാരായ ജൈവിജയന്മാർക്ക് നൽകിയ ശാപമോക്ഷം സത്യമാക്കുന്നതിനും തൻ്റെ ഭക്തനായ ബ്രഹ്മാവ് ഹിരണ്യകശിപുവിന് നൽകിയ വരം സത്യമാക്കുന്നതിനും വേണ്ടി മൃഗത്തിന്റെ രൂപവുമല്ല മനുഷ്യന്റെ രൂപവുമല്ല എന്ന രീതിയിൽ നരസിംഹമൂർത്തിയായി ആ സഭാവാസികളുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷീഭവിച്ചു. തൻ്റെ പാർഷദന്മാരിൽ ഒരാളായ ഹിരണ്യകശിപുവിനെ അനുഗ്രഹിക്കാനായി അവതരിച്ച ഭഗവാന്റെ ആ നാരസിംഹ വപുസ്സിനെ സ്തുതിക്കുകയാണ് മേൽപ്പത്തൂർ മൂന്നാമത്തെ ശ്ലോകത്തിൽ. തപ്തസ്വർണ സവർണ ഘൂർണദതിരൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പ പ്രനികുംപിതാംബരമഹോ ജീയാത്തവേദം വഭു വ്യാപ്തമഹാദരീ സഖമുഖം ഗഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വാ നിർഗമ ദൃശ്യമാനസു മഹാദംഷ്ട്രായുഗോഢാമരം. ചുട്ടുപഴുപ്പിച്ച സ്വർണത്തിന്റെ നിറമുള്ള അത്യുഗ്രങ്ങളായ കണ്ണുകൾ ഉരുട്ടിമിഴിച്ചിരിക്കുന്നു. നിബിഡങ്ങളായ ചിടകെട്ടിയ സ്കന്ധരോമങ്ങൾ ആ എഴുന്നു നിൽക്കുന്ന സടാകേസരങ്ങൾ കൊണ്ട് ആകാശം മുഴുവൻ മൂടിയിരിക്കുന്നു. നരസിംഹമൂർത്തി തൻ്റെ വായ് തുറന്നപ്പോൾ അത് വിസ്താരമേറിയ ഒരു മഹാഗുഹയ്ക്ക് തുല്യമായിരിക്കുന്നു എന്നാണ് മേൽപ്പത്തൂർ വർണ്ണിച്ചിരിക്കുന്നത്.
രണ്ട് വലിയ ദംഷ്ട്രങ്ങൾക്കിടയിലൂടെ ആ ഊക്കൻ നാവ് പുറത്തേക്ക് നീട്ടുമ്പോൾ ആ മഹാഗുഹയിൽ നിന്നും മൂർച്ചയേറിയൊരു വാൾ ഇങ്ങനെ പുറത്തേക്ക് ചാടിയിരിക്കുന്നത് പോലെ തോന്നുന്നു. ഇപ്രകാരം ആശ്ചര്യകരമായ അവിടുത്തെ ശരീരം ജയിക്കുമാറാകട്ടെ. അങ്ങയുടെ നാരസിംഹ വപുസ്സിനെ ഞാൻ വന്ദിക്കുന്നു. ഭഗവാന്റെ നാരസിംഹ വപുസ്സിനെ തുടർന്നും വർണ്ണിക്കുകയാണ് 4-ാമത്തെ ശ്ലോകത്തിൽ. ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനു ഹ്രസ്വസ്തവീയസ്തരഗ്രീവം പീവരദോഷദോദ്ഗതനഖക്രൂരാംശു ദൂരോൽപണം വ്യോമോല്ലംഘി ഘനാഘനോപമഘന പ്രധ്വാന നിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവത തന്നാരസിംഹം വപു. ക്രോധത്തോടെ ജ്വലിച്ച് അട്ടഹസിച്ചു നിൽക്കുന്ന അനേകായിരം കൈകളോട് കൂടിയ നരസിംഹമൂർത്തിയെയാണ് മേൽപ്പത്തൂർ ഇവിടെ വർണ്ണിക്കുന്നത്. ക്രോധം കൊണ്ട് മുഖം വലിഞ്ഞു മുറുകി ചുളിവുകളെല്ലാം വീണ് ഇളകിക്കൊണ്ടിരിക്കുന്ന അതിഭയങ്കരമായ കീഴ്ക്കവിളോടുകൂടി തടിച്ചു കുറുകിയ കഴുത്തോടുകൂടി അനേകായിരം കൈകളിലെ കൂർത്തുമൂർത്ത നഖങ്ങളിൽ നിന്നും പ്രവഹിക്കുന്ന അതിതീക്ഷ്ണമായ പ്രകാശത്താൽ ആകാശം മുട്ടെ ജ്വലിച്ചു നിൽക്കുന്ന നരസിംഹമൂർത്തി മഴ പെയ്യാനൊരുങ്ങിയിരിക്കുന്ന മേഘങ്ങളുടെ തുടരെയുള്ള ഇടിമുഴക്കത്തിന് തുല്യമായി അട്ടഹസിച്ചുകൊണ്ട് എതിരാളികളെയെല്ലാം ആട്ടിയോടിച്ചു. അതായത് അതിഭയങ്കരമായ തൻ്റെ രൂപം കൊണ്ടും അട്ടഹാസം കൊണ്ടും അസുരന്മാരെയെല്ലാം പേടിപ്പിച്ച് ഓടിച്ചുവിട്ട അവിടുത്തെ ആ നരസിംഹാകാരമായ രൂപത്തെ ഞാനിതാ വന്ദിച്ചുകൊള്ളുന്നു. തൻ്റെ ശക്തിയിൽ സ്വയം അഹങ്കരിച്ച ഹിരണ്യകശിപു ഭഗവാന് നേരെ കാട്ടിയ പരാക്രമങ്ങളെക്കുറിച്ചാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നൂനം വിഷ്ണുരയം നിഹമ്യമുമിതി ഭ്രാമ്യദ്ഗതാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃത ദോർഭ്യാം പൃഥുഭ്യാമമും വീരോ നിർഗളിതോഥ ഗഡ്ഗഫലകൗ ഗൃണ്വൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാദ ഭുവനഗ്രാസ്യോദ്യതം ത്വാമഹോ. ഇവൻ ആ വിഷ്ണു തന്നെയായിരിക്കണം. താൻ വൈകുണ്ഠത്തിലും 14 ലോകങ്ങളിലും അന്വേഷിച്ചു ചെന്ന് കാണാതിരുന്ന ആ വിഷ്ണു തന്നെയാണിവൻ. ഇവനെ ഞാൻ കൊന്നേ മതിയാകൂ എന്ന് ചിന്തിച്ച് തൻ്റെ വലിയ ഗദയും ചുഴറ്റിക്കൊണ്ട് ഭയങ്കരമായി ഹിരണ്യകശിപു ഭഗവാന്റെ നേരെ ഓടിച്ചെന്നു. തൻ്റെ നേരെ ഗദയും ചുഴറ്റിക്കൊണ്ട് ഓടിവരുന്ന ഹിരണ്യകശിപുവിനെ ഭഗവാൻ തൻ്റെ തടിച്ച ശക്തമായ കൈകൾ കൊണ്ട് കടന്നു പിടിച്ചു. ആദ്യം സമർത്ഥനായ ഹിരണ്യകശിപു ഭഗവാന്റെ പിടിയിൽ നിന്ന് കുതറി പുറത്തു ചാടി. എന്നിട്ട് വാളും പരിചയമെടുത്ത് പല അടവുകളും കാട്ടിക്കൊണ്ട് ഈ ലോകമായ ലോകമെല്ലാം വിഴുങ്ങാനിരിക്കുന്ന ഭഗവാനെ അങ്ങയുടെ മാഹാത്മ്യം മനസ്സിലാക്കാതെ മൂഢനായിക്കൊണ്ട് വീണ്ടും അങ്ങയുടെ നേരെ ചാടി വീണുവല്ലോ. ആശ്ചര്യം തന്നെ എന്ന് പറയാണ് മേൽപ്പത്തൂർ. നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെ വധിക്കുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ. ഭ്രാമ്യന്തം ദിതിജാധമം പുനരപി പ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാദ് ദ്വാരേ അധൂരുയുഗേ നിപാത്യ നഖരാൻ വ്യുദ്ഘായ വക്ഷോ ഭുവി നിർഭിന്ദൻ അധിഗർഭ നിർഭരഗളത് രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹു ജഗത് സംഹാരി സിംഹാരവാൻ. അങ്ങനെ രണ്ടാമതും തൻ്റെ നേരെ പാഞ്ഞു വന്ന തനിക്ക് പിടിതരാതെ വട്ടം തിരിയുന്ന അധമനായ ആ ദൈത്യനെ ഭഗവാൻ പെട്ടെന്ന് തന്നെ 2 കൈകൾ കൊണ്ടും മുറുകെ പിടിച്ച് അമർത്തി ഉയർത്തിയിട്ട് ഉമ്മറപ്പടിയിന്മേൽ തൻ്റെ 2 തുടകളിന്മേലും മലർത്തിക്കിടത്തിയിട്ട് മാറിടത്തിൽ നഖങ്ങൾ അമർത്തി താഴ്ത്തി മാറിടം പിളർന്നുകൊണ്ട് ഹിരണ്യകശിപുവിനെ വധിച്ചു. ബ്രഹ്മാവ് കൊടുത്ത വരം സത്യമാക്കിക്കൊണ്ട് രാത്രിയോ പകലോ അല്ലാതെ സന്ധ്യാസമയത്ത് ആകാശത്തോ നിലത്തോ അല്ലാതെ ഉമ്മറപ്പടിയിന്മേൽ വെച്ച് അകത്തോ പുറത്തോ അല്ലാതെ തൻ്റെ 2 തുടകളിന്മേൽ മലർത്തിക്കിടത്തിയിട്ട് ആയുധങ്ങൾ കൊണ്ടല്ലാതെ തൻ്റെ കൂർത്ത നഖങ്ങൾ അമർത്തി താഴ്ത്തിയിട്ട് മാറിടം പിളർന്നുകൊണ്ട് ഹിരണ്യകശിപുവിനെ വധിച്ചു. ഇപ്രകാരം ഹിരണ്യകശിപുവിൻ്റെ മാറിടം പിളർന്ന് ആ കുടൽമാലയെല്ലാം കഴുത്തിലണിഞ്ഞ് കുടുകുടെ ചാടുന്ന ചുടുചോര ബഹുരസമായി തുടരെ പാനം ചെയ്ത് ലോകങ്ങളെയെല്ലാം ഛിന്നഭിന്നമാക്കുമാറുള്ള അട്ടഹാസം പുറപ്പെടുവിച്ചുകൊണ്ട് നരസിംഹമൂർത്തി അങ്ങനെ വിരാജിച്ചു നിന്നു. നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം എന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്.
त्यक्त्वा तं हतमाशु रक्तलहरी सिक्तोन्नमद्वर्ष्मणि प्रत्युत्पत्य समस्तदैत्यपटलीं च आखाद्यमाने त्वयि भ्राम्यद्भूमिविकम्पिताम्भुतिकुलं व्यालोलशैलोत्करं प्रोत्सर्पद्खचരം ചരാചരമഹോ ദുസ്താമവസ്ഥാം ദതൗ. അങ്ങനെ ഹിരണ്യകശിപുവിനെ പെട്ടെന്ന് തന്നെ വധിച്ച് ആ ശരീരം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട്, എന്നിട്ടും കോപം അടങ്ങാതെ ചോര വീണ് നനഞ്ഞു കുതിർന്നതും അതിവേഗത്തിലുള്ള ശ്വാസോച്ഛ്വാസം കൊണ്ട് പൊന്തി ഉയരുന്നതുമായ ശരീരത്തോടുകൂടി നരസിംഹമൂർത്തി കുതിച്ചു ചാടിയിട്ട് തൻ്റെ നേരെ വരുന്ന സകല അസുരക്കൂട്ടങ്ങളെയും വീണ്ടും വീണ്ടും കടിച്ചു കുടഞ്ഞ് സംഹാരരുദ്രനായി ദിഗന്ധം മുഴങ്ങുമാറ് അട്ടഹസിച്ചുകൊണ്ടങ്ങനെ നിലകൊണ്ടു. മേൽപ്പത്തൂർ പറയാണ്, അത്ഭുതം തന്നെ. വർദ്ധിച്ച കോപത്താലുള്ള ഭഗവാന്റെ ഇപ്രകാരമുള്ള ആക്രോശം കൊണ്ട് സ്ഥാവര ജംഗമാത്മകമായ ഈ ജഗത്തിൻ്റെ അവസ്ഥ തന്നെ മാറിപ്പോയതുപോലെയായി. അതിപ്രകാരമാണെന്ന് പറയുന്നു. ഭൂമി അതിവേഗത്തിൽ വട്ടം ചുറ്റാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സമുദ്രങ്ങളെല്ലാം ഇളകിമറിഞ്ഞു, പർവ്വതങ്ങൾ കുലുങ്ങാൻ തുടങ്ങി. യഥാസ്ഥാനത്തുകൂടെ സഞ്ചരിച്ചിരുന്ന ജ്യോതിർഗോളങ്ങളെല്ലാം സ്ഥാനം തെറ്റി തെറിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ തന്നെ നിലതെറ്റിയ മട്ടിലായി തീർന്നു. നരസിംഹമൂർത്തിയുടെ ഈ ലോകത്തെ തന്നെ നശിപ്പിക്കുമെന്ന് തോന്നുമാറുള്ള ആ ക്രോധഭാവത്തെ ഒന്ന് ശമിപ്പിക്കുന്നതിനായി ബ്രഹ്മാവും മറ്റും എന്തു ചെയ്തു എന്നാണ് 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. താവൻ മാംസവപാ കരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വാം മധ്യേ സഭം ഇദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനെ ദൂരേ സ്ഥിതാ ഭീരവ സർവേ ശർവവിരിഞ്ച വാസവമുഖ പ്രത്യേകമസ്തോഷത. ഇപ്രകാരം ഹിരണ്യകശിപുവിനെ വധിച്ച് ഹിരണ്യകശിപുവിന്റെ കുടൽമാല ഒരു അലങ്കാരമെന്നോണം കഴുത്തിലണിഞ്ഞ് ചോരയിൽ നനഞ്ഞു കുതിർന്ന ശരീരത്തോടുകൂടി കോപമടക്കാനാവാതെ തന്റെ മുന്നിൽ കണ്ട അസുരന്മാരെയെല്ലാം കൊന്നു ഭക്ഷിച്ച് അവരുടെ മാംസകഷ്ണങ്ങളും അതുപോലെ മാംസരസവും ആ ദ്രവവുമെല്ലാം മുഖത്തും ശരീരത്തിലുമെല്ലാം പറ്റിപ്പിടിച്ച് ചെവി തുളച്ചു കയറുന്ന മഹാസിംഹനാദം പുറപ്പെടുവിച്ചുകൊണ്ട് ആ സഭാമധ്യത്തിൽ ക്രോധാവേശനായി സിംഹാസനത്തിൽ ഇരുന്നരുളുന്ന ആ നരസിംഹമൂർത്തിയുടെ അടുക്കലേക്ക് ചെല്ലാൻ ഈ ലോകത്തിൽ ഒരാൾക്കും ശക്തിയുണ്ടായില്ല. ബ്രഹ്മാവും ശിവനും ദേവേന്ദ്രനുമെല്ലാം പേടിച്ചു വിറച്ച് ദൂരെ മാറി നിന്ന് സ്തുതിക്കാനേ കഴിഞ്ഞുള്ളൂ. ഭക്തപ്രഹ്ലാദനാൽ നരസിംഹമൂർത്തി ശാന്തനായിത്തീരുന്നു. അതാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പതയോർനമത്യപഭയേ കാരുണ്യഭാരാകുല ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമഥാ സ്തോത്രൈരതുദ്ഗായത തസ്യ കാമധിയോപി തേനിധവരം ലോകായ ചാനുഗ്രഹം. ഇപ്രകാരം ബ്രഹ്മാവിനാലും ശിവനാലും ഇന്ദ്രനാലും പ്രത്യേകം സ്തുതിക്കപ്പെട്ടിട്ടും നരസിംഹമൂർത്തിയുടെ ആ കടും കോപത്തിന് ഒരു ശമനവും ഉണ്ടായില്ല. അപ്പോൾ ബ്രഹ്മാവ് പ്രഹ്ലാദനോട് പറഞ്ഞു, പ്രഹ്ലാദ, നീ പോയി ഭഗവാനെ ശാന്തനാക്കൂ. അങ്ങനെ ബ്രഹ്മാവിന്റെ ആജ്ഞയനുസരിച്ച് കുട്ടിയായ പ്രഹ്ലാദൻ ഒട്ടും ഭയമില്ലാതെ, കാരണം പ്രഹ്ലാദന് ഭയമേ ഇല്ല, പ്രഹ്ലാദന് എല്ലാം ഭഗവാനാണ്, ഭഗവാന്റെ അടുത്ത് പോകാൻ എന്തിനു പേടിക്കണം? അങ്ങനെ പേടി കൂടാതെ പ്രഹ്ലാദൻ ഭഗവാന്റെ തൃക്കാൽക്കൽ ചെന്ന് നമസ്കരിച്ചു. അപ്പോൾ ഒരു വലിയ മഴ പെയ്ത് തോർന്നതുപോലെ പെട്ടെന്ന് തന്നെ അതുവരെ ക്രോധാവേശം പൂണ്ടിരുന്ന നരസിംഹമൂർത്തി കാരുണ്യ പാരവശ്യത്താൽ ശാന്തനായി തീർന്നു. എന്നിട്ട് തന്നെ ഉറക്കെ സ്തുതികൾ പാടി വാഴ്ത്തുന്ന ആ പ്രഹ്ലാദന്റെ നെറുകയിൽ കൈ അമർത്തിവെച്ച്, ഒരു വരവും ആവശ്യമില്ലാതിരുന്ന പ്രഹ്ലാദനെ, നീ ഏത് സ്ഥാനത്തിരുന്നാലും നിനക്ക് ഭഗവത് സ്മരണയുണ്ടായിരിക്കും, നീ ദീർഘകാലം രാജ്യം ഭരിച്ച് സന്തോഷമായി വാഴുക, നിന്നെ എൻ്റെ ഉത്തമ ഭക്തനായി ആളുകൾ കീർത്തിക്കും, നിന്റെ ഈ ഒരൊറ്റ ജന്മം കൊണ്ട് നിന്റെ മുമ്പും പിമ്പുമുള്ള അനേകം തലമുറകൾ പവിത്രമാക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെയുള്ള വരങ്ങൾ നൽകി പ്രഹ്ലാദനെയും ലോകത്തെ തന്നെയും അനുഗ്രഹിച്ചു. ഭഗവാന്റെ ഭയാനകമായ ഈ ഭാവം വെറുമൊരു നടനം മാത്രമായിരുന്നു എന്ന് പറയുകയാണ്
മേൽപ്പത്തൂർ 10-ാമത്തെ ശ്ലോകത്തിൽ. ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിത ശ്രുത്യന്ത സ്ഫുടഗീത സർവമഹിമൻ അത്യന്തശുദ്ധാകൃതേ തത്താതൃനിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപതേ സർവാമയാത് പാഹി മാം. ഇപ്രകാരം രൗദ്രമായ ഭയാനകമായ ഒരു ഭാവത്തെ നടിച്ചു കാട്ടിയ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹിരണ്യകശിപു ഭഗവാന്റെ പാർഷദനാണ്. തൻ്റെ പാർഷദന്മാരോട് ഭഗവാന് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാലും തൻ്റെ പാർഷദൻ അസുരരൂപം എടുത്തപ്പോൾ ഭഗവാനും അതിഭയങ്കരമായ ഒരു നരസിംഹരൂപം എടുത്തു, അത്രമാത്രം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ലീലയായിരുന്നു. വാസ്തവത്തിൽ ഭഗവാനെ അവിടുന്ന് ഏറ്റവും ശുദ്ധമായ ആകാരത്തോടു കൂടിയവനാണ്. നൃസിംഹതാപനീയം എന്ന ഉപനിഷത്തിൽ അങ്ങയുടെ സകല മാഹാത്മ്യങ്ങളും സ്പഷ്ടമായി പാടിപ്പുകഴ്ത്തിയിരിക്കുന്നു. അലയോ സർവവ്യാപിനായ ഭഗവാനെ, അവിടത്തേക്ക് തുല്യം ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള സർവോത്കൃഷ്ടനായ അങ്ങയെ ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? ഹിരണ്യകശിപുവിനെപ്പോലെ തൻ്റെ കഴിവിൽ അഹങ്കരിച്ച് ഈശ്വരനില്ല എന്ന് പറയുന്നവർക്ക് മാത്രമേ ഭഗവാനെ അവിടുത്തെ നിഷേധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ മേൽപ്പത്തൂർ ഭഗവാനെ പ്രത്യേകമായി പ്രഹ്ലാദപ്രിയനായ ഗുരുവായൂരപ്പ എന്നാണ് സംബോധന ചെയ്യുന്നത്. ഭഗവാന് പ്രിയരായിട്ടുള്ളവരിൽ പ്രഥമഗണനീയൻ പ്രഹ്ലാദനാണ്. ക്രോധാവേശം പൂണ്ടു നിന്ന ഭഗവാനെ ശാന്തനാക്കാൻ ഈ ലോകത്ത് ആർക്കും സാധിച്ചില്ല. എന്നാൽ തൻ്റെ ഭക്തനായ പ്രഹ്ലാദൻ തൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചപ്പോൾ ഭഗവാൻ ശാന്തനായിത്തീർന്നു. നാനാപീഠകളിൽ നിന്നും പ്രഹ്ലാദനെ നിശേഷം സംരക്ഷിച്ച ഭഗവാനെ അവിടുന്ന് രോഗപീഠ കൊണ്ട് കഷ്ടപ്പെടുന്ന എന്നിൽ കൃപ ചൊരിഞ്ഞ് ഈയുള്ളവനെ സകല രോഗങ്ങളിൽ നിന്നും കാത്തരുളുമാറാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂർ ഈ ദശകം അവസാനിപ്പിക്കുന്നു.